ഹലോ. അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ. അവരെല്ലാവരും ഇതിനു വേണ്ടി വന്നതാണ്. ബ്രോ സേ ഹായ്. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. അപ്പോൾ രാവിലെ നമ്മളൊരു 5:30 കഴിഞ്ഞപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ നല്ല മഴയുണ്ടായിരുന്നു, ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മെഹന്തി ഒക്കെ നന്നായിട്ട് ചുമന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അതങ്ങ് പൊളിച്ച് മാറ്റുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഉമ്മയ്ക്ക് തന്നെ ആദ്യം പോയി ഈദ് മുബാറക്ക് പറയാൻ പോവുകയാണ് ഞാൻ. ഉമ്മ ഈദ് മുബാറക്ക്. പിന്നെ നമ്മുടെ ഹാവിക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ ഞാൻ അവൻ്റെ ഡ്രസ്സൊക്കെ വേഗം ഒന്ന് അയൺ ചെയ്തിടുകയാണ്. ഈ ഒരു സംഭവം ഇവിടെ തൂക്കി ഇങ്ങനെ ഇട്ടാൽ മാത്രമേ എനിക്ക് നല്ലതായിട്ട് അയൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹാങ്ങറിലൊക്കെ ഇടുമ്പോൾ ഇതിങ്ങനെ നേരെ കിടക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവന്മാരെ രണ്ടുപേരും ഡ്രസ്സൊക്കെ അയൺ ചെയ്തു. ആണ് നമ്മുടെ ഹാബിയുടെ ഏജിലും ഡ്രസ്സ് ഞാൻ രണ്ടും അയൺ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവന്മാരെ നമുക്ക് കുളിക്കും. പിന്നെ ഇനി ഹാബിയെ വിളിക്കുന്ന ഒരു രംഗമാണ്. കുളിക്കാൻ വാ അബി, പള്ളി പോണ്ടേ? എനിക്ക് ഹാബി എനിക്ക് അതിന് പെരുന്നാപ്പൊടി കിട്ടിയല്ലേ? ആരാ രാവിലെ പെരുന്നാപ്പൊടി? അവൻ പെരുന്നാപ്പൊടിയൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമോ. പിന്നെ പള്ളിയിൽ പോകാൻ ഒരുക്കാൻ ഇതുപോലൊക്കെയാ, ഭയങ്കര മടിയൊക്കെ കാണിക്കും. പിന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒരുക്കി അവന് ഇക്കയുടെ വാപ്പിച്ച വന്നപ്പം പെട്ടെന്ന് തന്നെ വാപ്പിച്ചാർ കൂടെ പറഞ്ഞു വിട്ട്. പള്ളി പോയില്ല. ഹാബിക്കുട്ടൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിപ്പുഴു എണ്ണീറ്റിട്ടുണ്ടായിരുന്നു. ആള് ഈദുബാറൊക്കെ പറയുന്നുണ്ടേ. ഈദുബാറക്ക് പറഞ്ഞേ, ഈദ് മുബാറക് എല്ലാവർക്കും. അയ്യോ ഈദാ, പെരുന്നാളാ, പള്ളി പോണ്ടേ? പൊന്നു പള്ളി പോകുന്നില്ലേ? അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ പൊറോട്ട, പിന്നെന്താ അരിപ്പത്തിരി, പിന്നെ ബീഫ് കറി. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ബിരിയാണിയുടെ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ പോയി. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഉമ്മയൊന്ന് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബിരിയാണി പ്രിപ്പറേഷൻസ് നടത്താം. ഞാനിപ്പം സവാള അരിയാൻ പോകും. വേഗം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. നമ്മൾ ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ പോവാം കേട്ടോ. സവാള അരിയുന്ന ആൾ മാറി ഗൈസ്, സവാള അരിയുള്ള ആൾ. അപ്പം നമുക്കൊരു കൂള് വന്ന ടൈമിലേക്ക് നമ്മുടെ മിന്നു സവാള അരിയാൻ കയറിയൊക്കെയാണ്. മിന്നു കരയുന്ന എന്തിനടിന്? അതിന് ഞങ്ങളൊന്നും അരിയുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മുടെ മിന്നുവിനെ സവാള അരിയാൻ ഏൽപ്പിച്ചിട്ട് പിന്നെ ഞാൻ പോയി അപ്പുറത്ത് ഉമ്മയിലൂടെ റൈസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതെടുത്ത് വെക്കാം. ബിരിയാണി പ്രിപ്പറേഷൻ തുടങ്ങുവാണ്. അപ്പം ആദ്യം തന്നെ ഞങ്ങൾ സവാള ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിലും നെയ്യും കൂടെ വെച്ച് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായതിന് ശേഷം തിളച്ചതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഓയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ തിളയാകുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ബിരിയാണി ഇതല്ലേ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസ്. നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് ഫ്രൈ ആയി വരാൻ ഇത്ര ടൈം എടുക്കും. നെക്സ്റ്റ് നമുക്ക് ഈ പൈനാപ്പിൾ വേഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഉള്ളിതാ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കൊന്ന് എടുക്കാം. ഇന്ന് കുറച്ച് പൈനാപ്പിൾ ബിരിയാണിക്ക് ഇടാൻ എടുക്കാം. ബാക്കി നമുക്ക് അല്ലാണ്ട് കഴിക്കാൻ പറ്റും. ഇനി ഇതൊന്ന് ബിരിയാണിക്ക് ഇടാൻ ഇത്രയും പോർഷൻ എടുക്കുന്നത് കൊത്തിയല്ല. മല്ലിച്ചപ്പും പുതിനയിലയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് പോകാം. വേവിച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നമ്മൾ നമുക്ക് ഫ്രൈ ചെയ്ത ഈ ഒരു ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് നമ്മുടെ ബീഫ് വേവിച്ച സ്റ്റോക്കും കൂടെയൊക്കെ ഒഴിച്ചാണ് ഇത് ഗ്രേവി സെറ്റാക്കുന്നത്. ഞാൻ പെട്ടെന്ന് ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് എടുത്തുകൊണ്ടാണ് ഒന്നും കാണിക്കാനത്. അപ്പോൾ പിന്നെ റൈസൊക്കെ ഇട്ട് നമ്മളിപ്പോൾ ബിരിയാണി സെറ്റാക്കാൻ പോവുകയാണ്. ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനെ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് ഗരം മസാല കൂടി ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണ് നട്ട്സ് മുന്തിരിങ്ങയൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ എടുത്ത് വിതറാം, നെയ്യ് ഒഴിക്കാം. പിന്നെ നമുക്ക് ഇച്ചിരി RKG നെയ്യ് അത് കുറച്ചൊന്ന് മുകളിൽ ഒഴിച്ച് കൊടുത്താൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ബിരിയാണി. അപ്പോൾ ഗൈസ്, നമ്മുടെ ബിരിയാണി ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ദമ്മ് കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾ ബിരിയാണി ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ദമ്മിൽ വെക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ നമ്മളിതെല്ലാം ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കാണാം. നമ്മുടെ കിച്ചണൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. നമ്മുടെ ബിരിയാണി ദമ്മിലിരിക്കുന്നുണ്ട്. മസാല പുരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കൻ ഫ്രൈ ആകുന്നു. എന്ത് പറ്റി ഐസി? ആദ്യം കൂടെ ചിക്കൻ ഫ്രൈ കൊടുക്കുക, അവളെ ഒറ്റയ്ക്ക് തിന്നു. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദമ്മെല്ലാം പൊട്ടിച്ചു. അപ്പോൾ ഉമ്മ ഈ ചോറ് നമ്മുടെ നെയ്ബേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അയലത്തുകാരൊക്കെ ഉണ്ട്, അവർക്ക് നമ്മളെപ്പോഴും കൊടുക്കും. സോ അവരുടെ പങ്കാണ് ഈ വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ ചിക്കൻ കൊടുക്കുന്നതിന് വലിയൊരു അടി നടത്തുന്നുണ്ട്. അവന് ചിക്കൻ എന്ന് പറഞ്ഞ സാധനം അവനല്ലാതെ ആർക്കും കൊടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഹൈസ് ഉമ്മയുടെ ഇപ്പോൾ വലിയൊരു വഴക്കിന് വരുന്നുണ്ട് ചിക്കനൊക്കെ എടുത്ത് വെക്കുന്നതിന്. എന്താടാ മനസ്സിലായോ? ആർക്കും കൊടുക്കണ്ട ഇത്. അപ്പൊ ഗൈസ്, നമ്മളെന്താ അവർക്ക് ചോറ് കൊടുക്കാൻ പോവാണ്. സാലാഡും ചോറും എല്ലാം കൊണ്ട് കൊടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ നൈബേഴ്സിനൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. പിന്നെ അതൊന്നും വലുതായിട്ട് എടുക്കാൻ പറ്റിയില്ല. ചെറിയ ചെറിയ ക്ലിപ്പിങ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചതാണ് അതിൻ്റെ. പിന്നെ ഫുഡിന് ശേഷം ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ, നമ്മുടെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും റെഡിയാകുമായിരുന്നു. പിന്നെ അനിയത്തി ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നപ്പോൾ പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളും നമ്മളിങ്ങനെ പെരുന്നാളൊക്കെ ആകുമ്പോൾ എടുക്കുമല്ലോ. എനിക്ക് ഇഷ്ടമായോ ഞങ്ങളുടെ പെരുന്നാൾ ലുക്ക്? ഇവിടെ ഞങ്ങളുടെ ബ്രദർ ഇൻ ലോ, സിസ്റ്റർ, മമ്മ. ഹലോ. അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ. അവരെല്ലാവരും ഇതിനു വേണ്ടി വന്നതാണ്. നിഹാബ് ഹായ് പറഞ്ഞു. ഇവിടെ കുഴഞ്ഞിരിപ്പുണ്ട്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ അനിയത്തി. ആലപ്പുഴയിൽ നിന്നും ഇപ്പൊ ലാൻഡ് ചെയ്തതാണ്. ഉച്ചക്ക് ലാൻഡ് ചെയ്തതാണ്. വൈകുന്നേരം ആഫ്റ്റർനൂൺ. ബ്രോ സേ ഹായ്.
അപ്പോൾ പിന്നെ ഇത് അവരുടെ ചെറിയ ഫോട്ടോഷൂട്ട് സെക്ഷനാണ് കാണുന്നത്. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈദിൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. ഇത് നമ്മുടെ നൈറ ബുട്ടിക്കിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ചുരിദാറാണ്. പിന്നെ ഇന്ന് ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. അനിയത്തിയും ഹസ്ബൻഡും എല്ലാവരും ഉണ്ട്. പിന്നെ എൻ്റെ വാപ്പി സൗദിയിലാണ്. പിന്നെ എൻ്റെ ഇക്ക നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇക്കയുടെ വീട്ടിലോട്ട് വരെ പോയതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഈവനിങ് ആയപ്പോഴത്തേക്ക് എൻ്റെ ഉമ്മയുടെ വീട് കായംകുളമാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അവിടെ ആൻറ്റി ഉണ്ട്, പിന്നെ മൂത്തുമ്മയുണ്ട്, പിന്നെ ഉമ്മയുടെ ഉമ്മ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി പോവുകയാണ്. പെരുന്നാളൊക്കെ അല്ലേ, നമ്മളിങ്ങനെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ കുഞ്ഞ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.